മർത്ത എൻ മേരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിസ്റ്റർ മേരി ഡൊമിനിക്കിന്റെ സമർപ്പിത ജീവിതത്തെയും ഇത് തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യത്തെയും കുറിച്ച് കേട്ടു. ഇന്ന് സിസ്റ്ററിന്റെ സഹന ജീവിതത്തെക്കുറിച്ചും ഈ അവസ്ഥയിലും സിസ്റ്റർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. സിസ്റ്ററിന് സ്നേഹപൂർവ്വം മർത്ത എൻ മേരിയിലേക്ക് സ്വാഗതം. സിസ്റ്റർക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്നു അപ്പാപ്പനുമായിട്ട്. അപ്പോൾ ഈ അപകടം സംഭവിച്ച സമയത്താണ് അപ്പാപ്പൻ്റെ മരണം സംഭവിക്കുന്നത്. അതിനോട് സിസ്റ്ററുടെ മനസ്സ് എങ്ങനെയാണ് പ്രതികരിച്ചത്? അപ്പാപ്പൻ്റെ മരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് വളരെ ഒരു പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. അപ്പാപ്പന് ഞാൻ ഏതാണ്ട് ഒന്നുപോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അപ്പാപ്പൻ മരിച്ചപ്പോൾ വീട്ടുകാരെ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ കിടപ്പിലാണ്. അപ്പം പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പാപ്പൻ മരിച്ചു, പക്ഷേ എന്നെ അറിയിക്കണ്ടെന്ന്. അവൾ ഈ അവസ്ഥയിലല്ല, ഞാൻ ഇപ്പോൾ കിടപ്പിലാണല്ലോ, വളരെ കിടപ്പിലാണ്. അപ്പോൾ അറിയിക്കണ്ടെന്ന് പറഞ്ഞു അപ്പാപ്പൻ അവരെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരറിയിച്ചില്ല. ഞാൻ അന്ന് ക്രിസ്മസിന് ഉണ്ണാനിരുന്നേ. എവിടെ ഞങ്ങളുടെ കോൺവെൻറ്റിലെ പ്രൊവിൻഷ്യൽ ഹൗസിലാകുമ്പോൾ എല്ലാം അവിടെ അടുത്തുള്ള സിസ്റ്റേഴ്സൊക്കെ വന്ന് എല്ലാവരും ഉണ്ണാനിരുന്നു. ഞാനും ഉണ്ണാനിരുന്നു. എന്നെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് ഞാനും ഉണ്ണാനിരുന്നപ്പോൾ എനിക്ക് ഉണ്ണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ വീട്ടിൽ ക്രിസ്മസ് ഘോഷിക്കുന്നില്ല, വീട്ടിലെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു എന്നെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് വലിയ നിയന്ത്രണമില്ല, കരച്ചിലിന് നിയന്ത്രണം, ദേഷ്യത്തിന് നിയന്ത്രണങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനപ്പോൾ എന്നെ മുകളിൽ കൊണ്ടുപോയി ഞാൻ എന്നെ കടത്തി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊവിൻഷ്യൽ വന്ന് എന്തെങ്കിലും ചോദിച്ച് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ണാൻ പറ്റില്ല, എന്തോ ബുദ്ധിമുട്ട് വീട്ടിലുണ്ട്, എന്തോ അവർ ക്രിസ്മസ് ഘോഷിക്കുന്നില്ലേ കൊല്ലം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു അപ്പാപ്പൻ മരിച്ചപ്പോൾ അവരെന്നെ അറിയിച്ചു, പക്ഷെ എന്നോട് പറഞ്ഞു അവളെ അറിയിക്കണ്ട, അവൾ അപ്പാപ്പനൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്, അവളുടെ പാപ്പൻ്റെ ഒരു പെറ്റാണ് ഞാൻ, അപ്പോൾ അറിയിക്കണ്ട എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ അറിയിച്ചില്ല. എനിക്ക് ആ പാപ്പനെ പറ്റി പ്രതികരിക്കാനുള്ളത് നല്ല ആദ്യ കുർബാനക്കുള്ള പാടിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് പ്രദർശനമുണ്ട് കുരിശുപള്ളി വരെ പ്രദർശനം ഉണ്ടായിരുന്നു നാട്ടുകാരെ. അപ്പോൾ ഞങ്ങളുടെ കൊല്ലം അതൊരു ജൂബിലി കൊല്ലമായിരുന്നു. അപ്പോൾ ആദ്യ കുർബാനക്കുള്ള പാടും സ്ഥൈര്യലാപനം ഒരു സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രദർശനമായിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പാപ്പനറിയാം ഇത് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാവും കാപ്പി കുടിക്കാൻ പോകാമെന്ന്. അപ്പോൾ അപ്പാപ്പൻ്റെ മടിയിൽ 2 കോഴിമുട്ട പുഴുങ്ങി കൊണ്ടുവരിക. എന്നിട്ട് എന്നെ കുരിശുപള്ളിയുടെ അവിടെയുള്ളൊരു പറമ്പിലേക്ക് വിളിച്ചിട്ട് എനിക്ക് കോഴിമുട്ട തന്നിട്ട് എന്നോട് പറഞ്ഞു, മുളകൊക്കെ അടിച്ചോ, ഇനിയിപ്പോൾ നീ എപ്പോഴാണ് കാപ്പി കുടിക്കാൻ പോണേ, അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഓർമ്മയുണ്ട് എനിക്ക് അപ്പാപ്പൻ്റെ ആ ഒരു സ്നേഹം. പിന്നെ കോൺവെൻറ്റിൽ ചെന്നപ്പോൾ കോൺവെൻറ്റിൽ ചേരാൻ അനുവാദം പോയി ചോദിച്ചപ്പോൾ
അപ്പോൾ അവൻ പറഞ്ഞു, നിന്നെ വിളിച്ചവൻ എന്നെക്കാളും ശക്തനാണ്, നീ വിളിച്ചെടുത്ത് പോകുക, വിശ്വസ്തയായി നിൽക്കാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അപ്പാപ്പൻ എന്നെ വിട്ടത്. അപ്പാപ്പനായിട്ട് വളരെ അടുത്തടുത്ത് പല പല ഓർമ്മകളുണ്ട്. ആർക്ക് അപ്പാപ്പൻ്റെ മക്കളോട് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര കണിശവും. അവരിപ്പോൾ പശുവിന് വെള്ളം കൊടുത്തില്ലെങ്കിൽ ആ ചോറ് ആ അത് മുഴുവൻ അങ്ങോട്ട് പശുവിൻ്റെ കാലത്തൊട്ടിലേക്ക് ചെരിയണ അപ്പാപ്പനാ ചെരിഞ്ഞിട്ടുണ്ട്. അവർ വെള്ളം കൊടുത്തില്ലെങ്കിൽ എന്നാലും എനിക്ക് ഇച്ചിരി ചോറ് അപ്പാപ്പനേക്ക് വയ്ക്കും. അത് പിന്നെ അപ്പാപ്പനാകെ ഒരു മകളുണ്ടായുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായ മകളാണ് ഞാൻ എന്നുള്ള ഒരിതാണ്. അപ്പാപ്പനായിട്ട് വളരെ ഒരു ഇതാണ്. അപ്പാപ്പൻ പിന്നെ മരിക്കുന്ന സമയത്ത് ആ ദിവസം അപ്പാപ്പൻ്റെ കാലാകുമ്പോഴത്തേക്ക് ചെയ്യണമെന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോയി. ഞാൻ അതൊന്നും അറിയുന്നില്ല. മിഷൻ ആസ്പത്രിയിൽ പറഞ്ഞു ആമ്പുട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ 92 വയസ്സായ സമയത്ത് ഒരു ആമ്പുറ്റേഷൻ നടത്താൻ മക്കൾക്കും ആഗ്രഹം ഉണ്ടായില്ല. കൊണ്ടുപോയി. ആ സമയത്താണ് അപ്പാപ്പൻ ഹാർട്ട് അറ്റാക്കാൻ്റെ അവിടെ ഇരുന്ന് മരിച്ചത്. മരിക്കുന്ന ദിവസം അപ്പാപ്പൻ നടക്കാൻ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ നടക്കാൻ നേരത്ത് അമ്മായി എൻ്റെ സിസ്റ്റർ അടുത്ത്, എൻ്റെ സിസ്റ്ററല്ല, എൻ്റെ അമ്മായി ഒരു സിസ്റ്റർ അടുത്തുണ്ട്, അവർ വേറെ ഇളപ്പനോ അടുത്തുണ്ട്. അപ്പോൾ ഇന്ന് നടക്കാൻ പറ്റില്ല. അപ്പനെ ഞാൻ പാത്രം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു അമ്മായി. അപ്പം അമ്മായി പാത്രം കൊണ്ടുവരണ്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു, വേണ്ട മോളെ, പാത്രം കൊണ്ടുവരണ്ട, എൻ്റെ ഈ വേദന എൻ്റെ മകൾക്ക് വേണ്ടി കാഴ്ചവെക്കാം, കർത്താവിൻ്റെ വേദനയോട് ചേർത്ത് ഞാൻ കാഴ്ചവെക്കാൻ പോകാം, അവളൊന്ന് എഴുന്നേൽക്കട്ടെ, ആ കട്ടുമെന്ന് എഴുന്നേൽക്കട്ടെ എന്നും പറഞ്ഞപ്പോൾ അപ്പം അന്ന് ആ മരണ ദിവസം വരെ കാഴ്ചവെച്ചെന്ന് പറയാം. അപ്പോൾ അതെ, അപ്പോൾ ആർക്കെന്ത് വിഷമം തോന്നില്ല, എനിക്ക് അപ്പാപ്പൻ വളരെയധികം ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അപ്പാപ്പൻ്റെ പ്രാർത്ഥനയാണോ എല്ലാവരുടെയും പ്രാർത്ഥനയാണോ ഫെബ്രുവരി 11 ഞാൻ കട്ടുമെന്ന് എഴുന്നേറ്റിരിക്കുന്നത്. അപ്പാവൻ മരിച്ചിരിക്കുന്നത് ഡിസംബർ 19 അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയാം. പക്ഷേ അങ്ങനത്തെ ഒരു ബന്ധം അപ്പാപ്പനായിട്ട്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേച്ചി അമേരിക്കയിൽ നിന്ന് വരുന്നതും ഞാൻ ആദ്യമായി ചേച്ചിയെ കാണുന്നതും. അത് തന്നെ ഞങ്ങൾ വീട്ടിൽ വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ വർഷവും ചേച്ചി 10 ദിവസത്തെ വെക്കേഷനായിട്ട് വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഈ വെക്കേഷനിലൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഭക്തിയുടെ ദിവസങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സന്ദർഭങ്ങളായിരുന്നു അവയെല്ലാം. ഇത് വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. ചേച്ചി ഞങ്ങളുടെ കൂടെ വെക്കേഷനിൽ വരുമ്പോൾ 1-2 ദിവസങ്ങൾ കണ്ടെത്തി അയൽവക്കങ്ങളിലെ വീടുകളിൽ പോയി അവരുമായും വളരെ സന്തോഷത്തിലൊക്കെ സംസാരിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്ന ചേച്ചി വളരെ നിശ്ചയമുള്ള ഒരാളും വളരെ ധൈര്യമുള്ളൊരു ഒരു കന്യാസ്ത്രീയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ധൈര്യമുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എൻ്റെ ചേച്ചി. ഞാൻ പല സന്ദർഭങ്ങളിൽ ഞാൻ ചേച്ചിയുടെ കൂടെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോകാറുള്ളത്. ആ സമയങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ വളരെ ഇരുട്ടുമായിരുന്നു. ഇരുട്ടിയാലും ചേച്ചി പറയും ആ വീടുകളിൽ പോയിട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം, കാരണം ഇന്നവിടെ പോയില്ലെങ്കിൽ നാളെ വേറെ വീടുകളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അത്രയും വളരെ വെൽ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തും എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ചേച്ചി. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ചേച്ചി ആദ്യമായിട്ട് ഡൽഹിയിലാണ് അമേരിക്കയിൽ നിന്നും ലാൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഡൽഹിയിലുണ്ട്. അപ്പോൾ ചേച്ചി ആ സമയത്ത് ഞാൻ കാണുന്ന ചേച്ചി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരാളാണ്. ഇങ്ങനെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടും വളരെ ഓടി നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ആ ഒരു ഷിഫ്റ്റ് ലൈഫിൽ അതെങ്ങനെ എടുത്തു എന്നുള്ള കാര്യം ഞങ്ങളുടെ വീട്ടിൽ തന്നെ വളരെ അത്ഭുതമുള്ളൊരു ഉളവാക്കുന്നൊരു സംഗതിയാണ്. പക്ഷെ ചേച്ചി ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ ഒരു സൂക്ഷ്മതയിലാണ് ചേച്ചിയുടെ ജീവിതം കൈകാര്യം ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇത്രയും കപ്പാസിറ്റിയും ഇത്രയും ഊർജ്ജസ്വലതയുള്ള ഒരാളായതുകൊണ്ടായിരിക്കണം
ചേച്ചിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം ദൈവം തന്നിരിക്കുന്നു എന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ട്. അമേരിക്കയിൽ വെച്ച് അപകടം സംഭവിച്ചു. ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ്സും സിസ്റ്ററിന് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി 2-3 ധാരാളം വർഷത്തോളം. കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴുണ്ടായ ഇവിടെയുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ അവിടെ വെച്ചുള്ള തന്നെ പറയാം ആദ്യം. അവിടെ വെച്ച് തന്നെ എനിക്ക് ഞാൻ ഫിസിക്കൽ തെറപ്പി, ഓക്യുപേഷൻ തെറപ്പി, സ്പീച്ച് തെറപ്പി, പിന്നെ ഒരു റീഹാബിലിറ്റേഷൻ കോഴ്സ് ഉണ്ട് ഒരു 1.5 വർഷത്തോളം. ഇപ്പോൾ റീഹാബിലിറ്റേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വരുന്നത്. ആക്സിഡൻറ്റ് കഴിഞ്ഞ് കുറച്ച് സമയങ്ങളിലോളം എനിക്ക് തോന്നി ഞാൻ ഒറ്റപ്പെട്ട ഒരാളായി. ഞാൻ സമൂഹത്തിൽ നിന്ന് ബാക്കിയുള്ള ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. അപ്പോൾ വല്ലാത്ത വേദനിക്കുന്ന നിമിഷങ്ങളായിരുന്നു. പക്ഷേ റീഹാബിലിറ്റേഷൻ കോഴ്സുകളും മറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവരെന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള കോഴ്സുകളായിരുന്നു അത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു അവർ. ഒന്ന് മാനേജ്മെൻറ്റാണ് എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ കൗൺസിലിങ് ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ള ആളാണ്, പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എനിക്ക് ഇവിടെ ഇരുന്ന് ഒരു ഇത് മാനേജ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ആൾമാർ തുറന്ന് നോക്കും അങ്ങനത്തെ ഒരാളാണ്, അല്ലാതെ ഇരുന്ന് മാനേജ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് ആണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുക. അത് ദൈവം എനിക്ക് 25 വർഷം തരുന്നുണ്ട്. അതിനൊക്കെ ഒരുക്കിയത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളാണ്. ഞാൻ ആ ഒരു സ്വപ്നം എനിക്കിപ്പോഴും ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിലും അങ്ങനെ ഒരു പരിപാടി വേണം. അങ്ങനെ ഇങ്ങനെ ആയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു ധാരാളം അപകടങ്ങൾ സംഭവിച്ച ഒരു വീടുകളിൽ ഒതുങ്ങി കൂടുന്നുണ്ട്. കുറേയൊക്കെ സ്ഥാപനങ്ങളിലുണ്ട്, പക്ഷേ സ്ഥാപനങ്ങളിലല്ലാത്ത ഒരു വീടുകളിൽ ഒതുങ്ങി കൂടുന്നുണ്ട്. അവർക്കെല്ലാവർക്കും കൂടെ എന്തെങ്കിലും കുറേ അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ആ കോഴ്സുകളും റീഹാബിലിറ്റേഷനും ഇവിടെയും ഉണ്ടാവണമെന്ന് വലിയൊരു സ്വപ്നം ഞാൻ പലവരോടും പറഞ്ഞിട്ടുണ്ട്, പല അച്ഛന്മാരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുമ്പോൾ അതിൽ നിന്ന് ഉത്തരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സന്തോഷമുള്ളത്, എനിക്ക് ആ അവാർഡെന്നും പറഞ്ഞ് നമ്മുടെ ഈ രൂപതാടിസ്ഥാനപരമായ ആ പദ്ധതിയിലെ സർഗ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ആ സർഗ എന്ന് സ്പെഷ്യലി ഏബിൾഡ് അവരുടെ ഒരു പ്രോഗ്രാമാണ്. അതിൽ ശരിക്കും ഈ ഒറ്റപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതി ഉണ്ട് അതിൽ. അങ്ങനെ ധാരാളം സർഗകൾ ഈ അവാർഡിനുണ്ട്. അതൊരു സന്തോഷം ഉണ്ട്. അപ്പോൾ സ്ഥാപനവും നമ്മളുടെ ആഗ്രഹം വേറെ സ്വപ്നപ്രകാരം വേറെ ഒന്നും ഉയർന്നില്ലെങ്കിലും ഇതായാലും നല്ലൊരു മെത്തേഡാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഡിസേബിൾഡ് ആയപ്പിന്നെ ഡിസേബിളിനെ പറ്റി വലിയൊരു ചിന്തയും പ്രാർത്ഥനയും ഉണ്ട്. അതുപോലുള്ള ആളുകളെ കുറിച്ച് വളരെയധികം ഇതൊരു ദാനം തന്നെയാണ്. ഈ ഡിസബിലിറ്റി സഹനം എനിക്ക് തോന്നുന്നു ആക്റ്റീവ് ലൈഫിൽ ഉണ്ടായിരുന്ന ബന്ധത്തിൽ ശക്തമായ ബന്ധങ്ങളാണ് എനിക്കുള്ളത്. കർത്താവുമായിട്ട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, എന്നിൽ കൂടെ കർത്താവിന് സമാധാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാണ് ഞാൻ പറയാം. എനിക്ക് എടുക്കാൻ പറ്റാവുന്നവരെ, അല്ലാതെ എനിക്ക് എല്ലാവരും എടുക്കാനോ നോക്കാനോ പറ്റില്ല എന്ന് കർത്താവിനും അറിയാം. പക്ഷേ അത് കർത്താവ് ഇതുവരെ 25 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കൗൺസിലിങ്ങിൽ കൂടെ ഇപ്പോൾ അവഗണിക്കപ്പെട്ട ഗേൾസ് ഹോമിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ അവരുടെ കുടുംബങ്ങളിലൂടെയും എനിക്ക് ആ അനുഗ്രഹം കർത്താവ് തരുന്നുണ്ട്. ആ ഒരു ജീവധാര സിസ്റ്റേഴ്സിനെ വളരെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. സിസ്റ്റർ മേരി ഡൊമിനിക്കിനെ ഞാൻ പരിചയപ്പെടുന്നത് ഫാമിലി കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് സിസ്റ്റർ വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. വളരെ പ്രതിസന്ധികൾ എനിക്ക് നേരിട്ടപ്പോൾ സിസ്റ്റർ വളരെ നല്ല ഉപദേശവും പ്രാർത്ഥനയും വഴി എന്നെ ജീവിതത്തിൻ്റെ ഉയർന്ന നിലയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുകയുണ്ടായി. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വളർച്ച നേടാൻ സിസ്റ്ററിൻ്റെ ഉപദേശം എന്നെ സഹായിച്ചു, എൻ്റെ കുടുംബത്തെ സഹായിച്ചു. പ്രാർത്ഥനയുടെ വഴിയിലൂടെ നടത്തുവാനും
അതോടൊപ്പം സാമൂഹ്യമായിട്ട് വളർച്ചയ്ക്കും സിസ്റ്ററിൻ്റെ കൗൺസിലിംഗ് എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാപ്തമാക്കുകയുണ്ടായി. സിസ്റ്ററിനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ മക്കളും പിന്നെ കുടുംബം ഒരുമിച്ച് ഞങ്ങൾ മകളുടെ ബർത്ത്ഡേ, സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ സെയിം ദിവസം തന്നെ ആഘോഷിക്കുന്നു. ഈ ജീവധാര സിസ്റ്റേഴ്സ് മദറും അതിന് സഹായിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് പല കാര്യങ്ങളും സംഭാവന ചെയ്തത് സിസ്റ്റർ മേരി ഡൊമിനിക്കാണ്. ഇപ്പോഴും ഞാൻ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നു. കുറ്റിക്കാട് ഈ പ്രദേശത്ത് സിസ്റ്ററിൻ്റെ സേവനം പല കുടുംബങ്ങൾക്കും വളർച്ചയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും ഇട നൽകിയിട്ടുണ്ട്. ശാരീരികമായ അനവധി അവശതകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് സിസ്റ്ററിലേക്ക് ക്യാൻസർ എന്നുള്ള രോഗം കടന്നു വരുന്നത്. ആ ഒരവസ്ഥയെ സിസ്റ്റർ എങ്ങനെയാണ് അതിജീവിച്ചത്? കർത്താവിൻ്റെ സ്നേഹം മാത്രം, പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടും. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത ദിവസം ഇവിടെയുള്ള കുറേ സിസ്റ്റേഴ്സ് മോടി പോയി കിടന്ന് കരഞ്ഞു എന്ന് ഞാൻ കേൾക്കുന്നത്. എന്തിനു മേരിനോമിക്കിന് അത് കൊടുത്തതെന്നുള്ളത് ചോദ്യമായിട്ട് വീണ്ടും. പക്ഷെ ഞാനത് പിന്നെ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വീണ്ടും എനിക്ക് കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വിളിയായിട്ട് തന്നെ വിളിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു സ്നേഹം തന്നെയാണത്. മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും വേദനിക്കുന്നവർ നല്ലവണ്ണം മനസ്സിലാക്കാനും അവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിളിയായിട്ട്. ആ വിളി ഞാനിപ്പോഴും സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ മാത്രം. അപ്പോൾ ഞാൻ അവിടെ ആ സമയത്ത് എന്നെ വളരെ ശക്തിപ്പെടുത്തിയ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പാട്ട് ഞാനൊന്ന് പാടട്ടെ. ആ പാട്ട് ഞാൻ വളരെ ഇതോടുകൂടി ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്നെ ആ സമയത്ത് എന്നെ ശക്തിപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്യാൻസറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റിൽ കൂടെ കടന്നു പോകുമ്പോഴും 6 കീമോതെറാപ്പി കൂടെ കടന്നു പോയി, സർജറി ഉണ്ടായി, അതുകൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടാണ്. സ്നേഹം വിളിക്കുന്നു, വീണ്ടും വിളിക്കുന്നു, സ്നേഹത്താൽ നിറയാൻ, സഹനങ്ങളേൽക്കാൻ, സഹനം കുരിശിൽ ചേർത്ത് രക്ഷാകരമാക്കാൻ, ഒരു ബലിയായി എൻ ജീവിതം കാഴ്ചവെക്കാം, തിരുമുമ്പിൽ ഒരു യാഗമായി തീർന്നിടുവാൻ, മാനവരിൽ സ്നേഹത്തിൻ മലരായി വിരിയാൻ, നിന്നിൽ ചേർന്നൻ ജീവിതം രക്ഷയേകാൻ. ആ പാട്ട് എന്നെ വളരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതും വീണ്ടും സ്നേഹത്തിൻ്റെ വിളിയാണ്. സ്നേഹത്തിൻ്റെ വിളി. അപ്പം സ്നേഹം സഹനമായിട്ട് വളരെ അടുപ്പുള്ളൊരു ഇതാണ്. യഥാർത്ഥ സ്നേഹം സഹനത്തിൽ കൂടെ മാത്രം നമ്മൾ അറിയുള്ളൂ. യഥാർത്ഥ സഹനം സ്നേഹത്തിൽ കൂടി മാത്രം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സഹനം കർത്താവിൻ്റെ സഹനത്തോടുകൂടി ചേർത്ത് കാഴ്ചവെച്ചാൽ അത് വലിയ രക്ഷാകരമായിരിക്കും. അത് മാത്രമാണ് എൻ്റെ സഹനത്തിൻ്റെ അർത്ഥം. അതാണ് എൻ്റെ ജീവിതത്തിലെ അർത്ഥം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സംതൃപ്തി. ഞാൻ ആക്റ്റീവായിരുന്ന കാലത്തേക്കാളും സംതൃപ്തി ചില സമയത്ത് ഞാൻ ഇപ്പം അനുഭവിക്കുന്നുണ്ട്, സംശയമുണ്ട്. ചേട്ടാ, അപ്പം ഈ സ്വന്തം സഹനം ഉള്ളപ്പോൾ കൂടി മറ്റുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനും സിസ്റ്റർക്ക് സാധിക്കുന്നുണ്ട്. അതിനുള്ള സമയമൊക്കെ സിസ്റ്റർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? സമയം എനിക്ക് ധാരാളം ഉണ്ടല്ലോ. സമയം അത് കർത്താവ് അതിനുവേണ്ടി ഒരുക്കി വെച്ച പോലെ എനിക്ക് വേണ്ട സമയം തന്നുണ്ട്. ഞാൻ പഠിച്ചതൊന്നും ചെയ്യണ്ട, നീ അനുഭവിച്ച് ചെയ്യാൻ പറയുന്നൊരു ഇതുപോലെയാണ്. നീ പഠിച്ചതെന്നല്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്നേഹം കാണിച്ചത് കുരിശുമല. ആ കുരിശിൽ കൂടെ ഞാൻ
ബാക്കിയുള്ളവർ. അപ്പോൾ എൻ്റെ സമയം കർത്താവിനായിട്ട്, എൻ്റെ സമയം എൻ്റെ കഴിവുകളും ഞാൻ കർത്താവിനായിട്ട് തന്നെ, കർത്താവിൻ്റെ ജനത്തിനുമായിട്ട് പരിപൂർണമായിട്ട് കൊടുക്കുന്നതിൽ വളരെ സംതൃപ്തിയാണ്. അത് തന്നെയാണ് ഏത് ദൈവങ്ങളുടെയും സമർപ്പണ ജീവിതത്തിന് അടിസ്ഥാനം. പരിപൂർണമായിട്ട് ദൈവജനത്തിനും ഉണ്ട് ഒരു സമയം കൊടുക്കുക, എല്ലാ കഴിവുകളും കൊടുക്കുക, ജീവിതം കൊടുക്കുക. അതിൽ സംതൃപ്തി നേടുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവവിളിയില്ലെന്ന് ഞാൻ പറയും. അല്ല, ഞാനിപ്പോൾ പിള്ളേരെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയേ, എനിക്ക് തോന്നുന്നു പാട്ടിനെ സ്വാധീനിച്ച ഒരു സന്ദർഭം ഞാൻ കേൾക്കുന്നുണ്ടായി. അതുപോലെ സിസ്റ്റർ ഗാനരചന നടത്തുന്നുണ്ട്. പാട്ട് ഈ ഒരു മേഖലയിൽ സിസ്റ്ററുടേതായ ഒരുപാട് സംഭാവനകളുണ്ട്. ഈ പാട്ട് എഴുതാനുള്ള പ്രചോദനം എങ്ങനെ സിസ്റ്ററിനുണ്ടാണ്? പാട്ട് എഴുതാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഓരോ വരികൾ വന്നപ്പോൾ ഞാൻ അങ്ങനെ എഴുതി നോക്കിയപ്പോൾ അത് പാട്ടായി വരുന്ന ഒരവസ്ഥ വന്നു. പിന്നെ ഏതോ വഴിക്ക് ദൈവം അത് ട്യൂൺ ചെയ്യാനും ഒക്കെ ഏതെങ്കിലും വഴികൾ ഒരുക്കും. ഞാൻ പാട്ട് എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിച്ചിട്ട് പാട്ട് എഴുതിയത്. മാതാവിനോട് പറഞ്ഞു, ഈ പാട്ടുകൾ അമ്മേനെ സമർപ്പിച്ച് എഴുതുന്നു, അമ്മ അത് എന്താ വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞാൽ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ പേരിൽ 1-2 കാസറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പേരിൽ എൻ്റെ മുഴുവൻ പാട്ട്, എൻ്റെ പാട്ടുകളായിട്ട് 1-2 കാസറ്റുകൾ. പ്രശാന്തം, പിന്നെ എന്തുട്ടാ വാക്തത്വം മിശിക, അതിലൊക്കെ നമ്മളുടെ ഓരോ പാട്ട്. പ്രശാന്തത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെ നെഞ്ചുമാരുടെ എല്ലാവരുടെയും പാട്ടുകളുണ്ട്. എൻ്റെ ആങ്ങളെ ഇറക്കിയിട്ടുള്ളതാണത്. പക്ഷേ പിന്നെ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ദയ, പിന്നെ വേറൊരു കസറ്റും ഉണ്ട്. അതിലൊക്കെ നമ്മളുടെ 1-2 പാട്ടുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ദയയിൽ 4 പാട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പാട്ട് ഒരു 150-150ഓളം എഴുതിയിട്ടുണ്ട്. അത് ഇറക്കാൻ നേരത്ത് ദൈവം അത് ഇറക്കുന്നുള്ള അവസ്ഥയിൽ വരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച വരികളുണ്ടാവും, തീർച്ചയായിട്ടും അത് പ്രാർത്ഥനയിൽ വരുന്നത് തന്നെയാണ്. പാട്ടായിട്ട് വന്നതിന് ശേഷം മനസ്സിൽ തങ്ങി നിൽക്കുന്ന 2 വരികളുണ്ടോ? നിൻ സ്നേഹവലയത്തിൽ എന്നും വസിച്ചിടാൻ കൃപയേകണമേ നാഥാ ജീവേശ്വര. നിൻ സ്നേഹവലയത്തിൽ എന്നും വസിച്ചിടാൻ കൃപയേകണമേ നാഥാ ജീവേശ്വര. പിന്നെ വരികളുണ്ടല്ലേ. ഞാൻ ഡൊമിനിക്കമ്മയെ പരിചയപ്പെടുന്നത് ഈ കുറ്റിക്കാട് മുൻ വികാരിച്ചൻ ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ചൻ വഴിയാണ്. ഞാൻ സിസ്റ്ററെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ. പ്രത്യേകിച്ച് ഞാൻ സിസ്റ്ററെ കണ്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞു എന്നെ കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് കമ്പോസ് ചെയ്ത് ട്യൂൺ ചെയ്ത് എനിക്ക് കേൾക്കണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് സിസ്റ്റർ ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം ഒത്തിരി കഴിവുള്ളൊരു സിസ്റ്റർ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോഴൊരു വിഷമം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന് സിസ്റ്ററോട് ഞാൻ പറഞ്ഞു. അതിന് ഞാനൊരു സിസ്റ്റർ ഒരു 10 പാട്ടോളം എനിക്ക് തന്നു. അതിലൊരു 4 പാട്ട് ഞാനൊരു CD-ക്ക് വേണ്ടി ചെയ്തു. ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു അത് ചെയ്തപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെക്കോർഡിങ്ങിൽ അതിലൊരു പാട്ട് ദിവികാരുണ്യം എന്നുള്ളൊരു പാട്ട് പാടിയത് കെസ്റ്ററാണ്. കെസ്റ്റർ പാട്ട് പാടിക്കൊണ്ടിരിക്കില്ല എന്നോട് ചോദിച്ചു, ഇത് ആരെൻ്റെ ലിറിക്സ് എഴുതിയേക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സിസ്റ്ററാണ്, മേരി ഡൊമിനിക് എന്ന പേരായിട്ടുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഇങ്ങനെ വയ്യാതെ വീൽ ചെയറിലാണ് ഇരിക്കണേ. അപ്പോൾ കെസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് ആ സിസ്റ്റർ ഒന്ന് വിളിക്കണം, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെ കെസ്റ്റർ ഈ സിസ്റ്ററായിട്ട് സംസാരിച്ചു. കെസ്റ്ററിനും ഒത്തിരി സന്തോഷം തോന്നി. വളരെ നന്നായി പാടി ആ പാട്ട് ഒത്തിരി ഇപ്പോൾ ഈ ഒരുവിധം പള്ളികളിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ദിവ്യകാരുണ്യം എന്നുള്ള പാട്ട്. ഒത്തിരി നല്ലൊരു ലിറിക്സും എനിക്കത് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു അനുഭവമായിരുന്നു. ഇതൊക്കെയാണ് സിസ്റ്ററെ. പിന്നെ അതിൽ കുടുംബത്തിൻ്റെ ഒരു പാട്ട് സിസ്റ്റർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു 4 പാട്ടോളം സിസ്റ്റർ ഞാനൊരു ദയ എന്നുള്ളൊരു CD-യിൽ സിസ്റ്റർക്ക് വേണ്ടി ഞാൻ ചെയ്തു. അതിലുപരി സിസ്റ്ററായിട്ടുള്ള ഇടയ്ക്ക് കാണുവാനും ഫോണിലൂടെ സിസ്റ്ററായിട്ട് ഒത്തിരി സംസാരിക്കാനൊക്കെ ആയിട്ട്, ഒപ്പം തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി സിസ്റ്റർ ഒത്തിരിയധികം പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ മക്കൾ ഇവിടെ വന്ന് സിസ്റ്റർ കാണുകയും സിസ്റ്റർ അവരെ കൗൺസിലിംഗ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു.
ദൈവത്തിൻ സമ്മാനമല്ലേ ഭവനം, സ്വർഗീയ ഭവനം. സ്നേഹത്തിൻ കൂട്ടായ്മയല്ലേ കുടുംബം, നല്ലൊരു കുടുംബം. ദൈവത്തിൻ സമ്മാനമല്ലേ ഭവനം, സ്വർഗീയ ഭവനം. സ്നേഹത്തിൻ കൂട്ടായ്മയല്ലേ. ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കും, ഒന്നിച്ചിരുന്നു ഭക്ഷിക്കും, ഒന്നായി ചേർന്നു പങ്കുവയ്ക്കും കുടുംബം. ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കും, ഒന്നിച്ചിരുന്നു ഭക്ഷിക്കും, ഒന്നായി ചേർന്നു പങ്കുവയ്ക്കും കുടുംബം. ദൈവത്തിൻ സമ്മാനം. സമർപ്പിതരോടും സമർപ്പിച്ച ജീവിതം ആഗ്രഹിക്കുന്നവരോടും സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ 45 വർഷമായി എൻ്റെ സമർപ്പിത ജീവിതം ജീവിക്കുന്നു. ആ 45 വർഷത്തിൽ പല സന്തോഷപരമായ അവസ്ഥകളിലൂടെയും വളരെ വിജയം അനുഭവിച്ചിട്ടുള്ള അവസ്ഥകളിലൂടെയും വേദന അനുഭവിച്ചിട്ടുള്ള തകർച്ച അനുഭവിച്ചിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ സമർപ്പിതരെ സംബന്ധിച്ച് ക്രിസ്തു മാത്രം നമുക്ക് ഏകാശ്രയം. ക്രിസ്തുവായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് സന്തോഷത്തിലൂടെയും തകർച്ചകളിലൂടെയും ഉയർച്ചകളിലൂടെയും താഴ്ചകളിലൂടെയും നമുക്ക് നിൽക്കാൻ സാധിക്കും. ഏത് ഏകാന്ത നിമിഷങ്ങളിൽ നമുക്ക് ക്രിസ്തു കൂട്ടാറുണ്ട്. ആ ക്രിസ്തുവായിട്ട് വ്യക്തിപരമായ ബന്ധം, ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ് നിങ്ങൾ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നത് വളരെ ആവശ്യമാണ്. ആ ക്രിസ്തുവായിട്ടുള്ള സമയം ചെലവഴിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമം നമുക്ക് പറ്റാവുന്ന സമയങ്ങളെല്ലാം നാവിൽ പ്രാർത്ഥിച്ച് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒക്കെ വളരെ അർത്ഥം തരുന്നു എല്ലാ സമർപ്പിതർക്കും അവരുടെ ജീവിതത്തിന്. ആ പ്രാർത്ഥനയിൽ നിന്നായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒഴുകുന്നത്. നമ്മുടെ ഏത് പ്രവർത്തനങ്ങളായാലും ഒഴുകുന്ന ആ ക്രിസ്തുവായുള്ള ബന്ധത്തിൽ നിന്നായിരിക്കും ഒഴുകുന്നത്. അല്ലാതെ ഒഴുകിയാൽ ഒരു കാര്യമില്ല. അപ്പം എനിക്ക് പറയാനായിട്ട് ഈ 45 വർഷം, ഇപ്പോൾ ഞാനിപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഗോൾഡൻ ജൂബിലി ഇതാവും. പക്ഷേ ഈ 45 വർഷം ഒരു നിമിഷം പോലും ഞാൻ ദുഃഖിച്ചിട്ടില്ല ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. എൻ്റെ ഏതവസ്ഥയിലും ഈ ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് കർത്താവ് തന്നതുകൊണ്ട് മാത്രം, അവൻ വിശ്വസ്തനായതുകൊണ്ട് എൻ്റെ വിശ്വസ്തതയ്ക്ക് വിലയുണ്ട്. കർത്താവ് വിശ്വസ്തനല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല ഈ ജീവിതം. അപ്പം കർത്താവിൻ്റെ സ്പർശനം ഏറ്റവും മാത്രം സമർപ്പിത ജീവിതത്തിൽ കടന്നു വന്നാൽ മതി. ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് സാന്ത്വന തലോടൽ നൽകുന്ന ഈശോയുടെ മുറിവേറ്റ കൈത്തലമായും ഒരു തീരുമാനമെടുക്കാൻ, ഒരു വഴി തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ ചൂണ്ടുവിരലായും സിസ്റ്റർ മേരി ഡൊമിനിക് മാറിത്തീരുന്നുണ്ട്. ഈശോ നെഞ്ചിലിടം കൊടുത്ത ഈ സഹന പുഷ്പത്തെ നമുക്കും സ്നേഹിക്കാം, ആദരിക്കാം. തൻ്റെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും ഈശോയോട് ചേർത്ത് സ്വീകരിക്കുന്ന സിസ്റ്റർ മേരി ഡൊമിനിക് ഏറെ സന്തോഷവതിയാണ് ഇന്ന്. ഈശോ നെഞ്ചിലിടം കൊടുത്ത ഈ സഹന പുഷ്പത്തെ നമുക്കും സ്നേഹിക്കാം, ആദരിക്കാം. താങ്ക് യു സിസ്റ്റർ. ദിവ്യകാരുണ്യമേ, സ്നേഹസാന്നിധ്യമേ, ദിവ്യകാരുണ്യമേ, സ്നേഹസാന്നിധ്യമേ, എൻ മനം പാടുന്നു നിൻ സ്തുതികൾ. നിൻ സ്നേഹം ദാഹിക്കും എൻ്റെ ഹൃത്തിൽ. എൻ മനം പാടുന്നു നിൻ സ്തുതികൾ.
സ്നേഹം ദാഹിക്കുമെൻ്റെ ഹൃദയം.